തായ്വാനിലെ മാറ്റ്സു ദ്വീപുകളുമായുള്ള സാമ്പത്തിക ഏകീകരണം ചൈന ലക്ഷ്യമിടുന്നുവെന്ന വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്. സാമ്പത്തിക ഏകീകരണത്തിനും ദ്വീപ് രാഷ്ട്രത്തിൽ കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം സ്ഥാപിക്കുന്നതിനുമായിട്ട് ചൈന പുതിയ നീക്കങ്ങൾ നടത്തുകയാണ്. തായ്വാനിലെ മാറ്റ്സു ദ്വീപുകൾ ലിയാൻചിയാങ് കൗണ്ടി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ചൈന ലക്ഷ്യമിടുന്നത് ഒരുപാട് കണക്കുകൂട്ടലുകളോടെയാണ്. തായ്വാൻ ഇത് വലിയ ഞെട്ടലോടെയാണ് സ്ഥിരീകരിച്ചത്. ചൈനയുടെ ഈ നടപടികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് തായ്വാൻ അധികൃതർ പറഞ്ഞത്. ചൈനയോട് വളരെ അടുത്തു കിടക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ പ്രാദേശിക ഭരണകൂടത്തെയും കൗണ്ടിയിലെ ജനസംഖ്യയും ചൈനീസ് ഭരണകൂടത്തെ മനസ്സോടെ അംഗീകരിക്കാൻ സാമ്പത്തിക ബന്ധങ്ങൾ ഉപയോഗിക്കാമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ഫുഷൌവിനും മാറ്റ്സു ദ്വീപുകൾക്കുമിടയിൽ ഷിപ്പിംഗും നിക്ഷേപവും വർദ്ധിപ്പിക്കുകയാണ് ചൈനയുടെ പദ്ധതി. തായ്വാൻ അഫയേഴ്സ് ഓഫീസ് പ്രാദേശിക സർക്കാരുമായി ചേർന്ന് ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഫുഷൌവിൽ മെയ് 16 മുതൽ 19 വരെ സാമ്പത്തികത്തിനും വ്യാപാരത്തിനുമുള്ള 26ാമത് ക്രോസ് സ്ട്രേറ്റ് ഫെയർ സംഘടിപ്പിച്ചതായി തായ്വാൻ പറഞ്ഞിരുന്നു. ഈ നിർദ്ദേശങ്ങൾ മാറ്റ്സു നിവാസികൾക്ക് ഫുജുവിലെ ഗതാഗതത്തിലും ഹോട്ടലുകളിലും കിഴിവോടെയുള്ള റൈഡുകൾ, ഫുജുവിന്റെ പ്രധാന സാംസ്കാരിക ആകർഷണങ്ങൾ, ഭവന ആനുകൂല്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയ്ക്കായി സമർപ്പിത ഹോട്ട്ലൈൻ കൺസൾട്ടേഷൻ എന്നിവ അനുവദിക്കും. മാറ്റ്സുവിലെ തായ്വാൻ പൗരന്മാർക്ക് ഫുജിയാനിൽ ബിസിനസ് സ്ഥാപിക്കുന്നതിന് എളുപ്പമാക്കുന്ന ഒരു വ്യാവസായിക സഹകരണ മേഖലയ്ക്കും പിന്തുണയുണ്ട്. കൂടാതെ ബിസിനസ് ലിങ്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മാറ്റ്സു നിവാസികൾക്ക് ചൈനീസ് പൗരന്മാർക്ക് തുല്യമായ സ്വത്തവകാശം വാഗ്ദാനം ചെയ്യുന്നതിനുമായി ചൈന ഓരോ വർഷവും $1.38 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഫുഷൌ മാറ്റ്സു സിറ്റി പാസുകൾ പോലെ വിദ്യാഭ്യാസ വിനിമയ അവസരങ്ങളുള്ള യുവ മാറ്റ്സു നിവാസികളെ ആകർഷിക്കുവാനും ടൂറുകൾക്കും താമസത്തിനുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങൾ നൽകി യാത്രക്കാരെ വശീകരിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ലിയാൻചിയാങ് കൗണ്ടിയുമായുള്ള വർദ്ധിച്ച വ്യാപാരം, ഷിപ്പിംഗ്, സാമ്പത്തിക വിനിമയം എന്നിവ സുഗമമാക്കുന്നതിന് $5.5 മില്യൺ വാർഷിക ബജറ്റിൽ ഫുജുവിൽ ഒരു ക്രോസ് സ്ട്രേറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ സൃഷ്ടിക്കുവാനും ചൈനീസ് അധികാരികൾ പദ്ധതിയിടുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഫുജിയാൻ ക്രോസ് സ്ട്രേറ്റ് ഇന്റഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഡെമോൺസ്ട്രേഷൻ സോൺ സ്ഥാപിക്കുവാനുള്ള ചൈനയുടെ പദ്ധതിയുടെ ഭാഗമാണ് മാറ്റ്സു ദ്വീപ് ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ. തായ്വാന്റെ പുറം പ്രദേശങ്ങളായ കിൻമൻ, മാറ്റ്സു എന്നിവ കൂട്ടിച്ചേർക്കാൻ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കൊപ്പം വ്യാപാര, സാമ്പത്തിക തന്ത്രങ്ങളും ഉപയോഗിക്കാൻ ചൈന ലക്ഷ്യമിടുന്നതായി തായ്വാൻ പറയുന്നുണ്ട്. അടുത്തിടെ ലിയാൻചിയാങ് കൗണ്ടി ലക്ഷ്യമിടാനുള്ള ചൈനയുടെ ശ്രമങ്ങളെക്കുറിച്ച് തായ്വാൻ അധികൃതർ ആശങ്കയും ഉന്നയിച്ചിരുന്നു. ഫുഷൌ മാറ്റ്സു സിറ്റി പാസുകൾക്കായി 3000-ലധികം വ്യക്തികൾ അപേക്ഷിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. കൂടാതെ പ്രാദേശിക ലിയാൻചിയാങ് കൗണ്ടി ഗവൺമെന്റ് താമസക്കാരെ പ്രീപെയ്ഡ് കാർഡുകൾക്ക് അപേക്ഷിക്കാൻ സഹായിക്കുന്നുമുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇത് ക്രോസ് സ്ട്രേറ്റ് ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന തായ്വാനിലെ നിയമം നേരിട്ട് ലംഘിക്കുമെന്നാണ് ചിലർ പറയുന്നത്. ലിയാൻചിയാങ് കൗണ്ടിയിലെ മജിസ്ട്രേറ്റ് വാങ് ചുങ് മിങ് മാറ്റ്സുവിനെ ഫുജിയാനുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പാലം പ്രമോട്ട് ചെയ്യുന്നതിൽ വാചാലനായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. മാറ്റ്സുവിന്റെ നങ്കൻ ദ്വീപിനെ ലാങ്കി ദ്വീപുമായും ഫുജിയാന്റെ ഹൈവേ ശൃംഖലയുമായും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് അടിസ്ഥാന സൗകര്യ പദ്ധതിയെ മജിസ്ട്രേറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് മാറ്റ്സു ദ്വീപ് എന്നതിലേക്ക് വരികയാണ് എങ്കിൽ കിഴക്കൻ ചൈന കടലിലെ തായ്വാൻ അധികാര പരിധിയിലുള്ള ചെറിയ ദ്വീപാണിത്. ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ മിൻ നദിയുടെ അഴിമുഖത്തും തായ്വാനിലെ ചീലുങ്ങിന്റെ വടക്കു പടിഞ്ഞാറായി ഏകദേശം 130 മൈൽ അകലെയുമാണിത്. മത്സ്യബന്ധനമാണ് പ്രധാന സാമ്പത്തിക മാർഗം. ദ്വീപ് നിവാസികൾ പച്ചക്കറികൾ, ധാന്യങ്ങൾ, പന്നികൾ, കോഴികൾ എന്നിവയൊക്കെ വളർത്തി വരുമാന മാർഗമാക്കുന്നുണ്ട്. ഇത് ജലസംഭരണികളുടെയും കിണറുകളുടെയും ഒക്കെ വിപുലമായ സംവിധാനത്തിന്റെ സഹായത്തോടെയാണ്. ചൈന, ജപ്പാൻ, വടക്കൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ സജീവമായിട്ട് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. വലിയ ട്രോളറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മിക്ക മത്സ്യബന്ധനവും ചെറിയ പ്രാദേശിക ബോട്ടുകളാണ് ചെയ്യുന്നത്. ട്യൂണ, അതുപോലെ തന്നെ മിൽക്ക് ഫിഷ്, കടൽപ്പായൽ, ക്രോക്കർ, ഷെൽ ഫിഷ് എന്നിവയൊക്കെ വിളവെടുക്കുന്ന പ്രധാന വിഭവങ്ങളിൽ പെടുന്നു. കടലിന്റെ കോണ്ടിനെന്റൽ ഷെൽഫിനടിയിൽ പെട്രോളിയം, പ്രകൃതിവാതക നിക്ഷേപവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങൾ ഹൈഡ്രോ കാർബൺ കരുതൽ ശേഖരമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ആഴത്തിലുള്ള കിടങ്ങുകൾ, കടലിടുക്കുകൾ, പാറകൾ, ജനവാസമില്ലാത്ത ദ്വീപുകൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച് അതിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ചൈനയുടെ എണ്ണ, പ്രകൃതിവാതക ഉൽപാദനത്തിന്റെ ഒരു ചെറിയ അളവ് കിഴക്കൻ ചൈന കടലിലെ കിണറുകളിൽ നിന്നാണ് ഉള്ളത്. ചൈനീസ്, കൊറിയൻ തുറമുഖങ്ങളിലേക്കും പുറത്തേക്കുമുള്ള പ്രാദേശിക
പ്രാദേശിക ഷിപ്പിംഗ് ട്രാഫിക്കിന് പുറമെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് ജാപ്പനീസ് മറ്റ് വടക്കൻ പസഫിക് തുറമുഖങ്ങളിലേക്കുള്ള പ്രധാന കപ്പൽ പാതയായിട്ട് കിഴക്കൻ ചൈന കടൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ചൈനയിലെ ഷാങ്ഹായ്, ജപ്പാനിലെ നാഗസാക്കി, തായ്വാനിലെ ചീലുങ് എന്നിവയാണ് കിഴക്കൻ ചൈന കടലിലെ പ്രധാന തുറമുഖങ്ങൾ. അപ്പോൾ ചൈന പുതിയ കണക്കുകൂട്ടലുകളോടെ വമ്പൻ നീക്കങ്ങളാണ് നടത്തുന്നത്. തായ്വാൻ അതീവ ജാഗ്രതയോടെ തന്നെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നതും അമേരിക്കയും ചൈനയുടെ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ്.